ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ശ്യാംലാൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാനായിട്ടാണ്. അതായത് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ഉള്ളത് തന്നെ, അപ്പോൾ സിമ്പിളായിട്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് സ്റ്റാർ, ഒരു അടിപൊളി ക്രിസ്മസ് സ്റ്റാർ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ എത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ പഠിച്ചു ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നമുക്ക് അത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ നമുക്കൊരു വടി വേണം, ചെറുത്, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല കനം കുറഞ്ഞിട്ടുള്ള ഒരു വടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈറ്റയാണ്. ഈറ്റ എന്ന് പറയുമ്പോൾ മുളയുടെ ചെറിയ സൈസ് ഒരു സാധനമാണ്. അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സംഭവം. ഈ ഒരു ഈറ്റ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കാൻ പോണത്. ഈറ്റ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കനം കുറഞ്ഞിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മരത്തിൻ്റെ സ്റ്റിക്കായാലും മതി. എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മുടെ ഈറ്റയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഈറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കാൻ പോണത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഈറ്റ വെട്ടാനൊക്കെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റയുടെ കടഭാഗത്തായിട്ട് ചിലപ്പോൾ പാമ്പ് കൂട്ടാനും അതുപോലെ തന്നെ എലി ഒളിച്ചിരിക്കാനും മുയൽ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഒളിച്ചിരിക്കാനൊക്കെ ചാൻസ് ഉള്ള സ്ഥലമാണ് ഈറ്റയുടെ കടഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈറ്റയൊക്കെ വെട്ടാൻ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഈറ്റയുടെ പടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഈറ്റയൊക്കെ വെട്ടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഇലയും കാര്യങ്ങളൊക്കെ കളയണം. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഇലയമ കൊള്ളുമ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കി കണ്ടൊക്കെ എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ പോയിട്ടാണ് ഈ ഒരു ഈറ്റ വെട്ടിയെടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ ഇന്നലെ വെട്ടിയെടുത്ത് വന്ന് കുറച്ച് നേരം വെയിലത്തിട്ടായിരുന്നു. അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് നേരം വെയിലത്തിട്ടായിരുന്നു. ഇപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം വേണം സ്റ്റാർ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇതിന് ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് സ്റ്റാറിനായി കാണിച്ചത്. ഉണങ്ങിയിട്ട് സ്റ്റാറിനായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു ഈറ്റ നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കാനുള്ള സൈസിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യാൻ പോണത് 50 സെൻറ്റിമീറ്ററാണ്. അതായത് 50 സെൻറ്റിമീറ്ററാണ് ഞാൻ ഈ ഒരു ഈറ്റ കട്ട് ചെയ്തെടുക്കാൻ പോണത്. ഇപ്പോൾ 50 സെൻറ്റിമീറ്ററിനെ വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ സ്റ്റാർ വേണമെന്നുണ്ടെങ്കിൽ 50 90 അല്ലെങ്കിൽ നിങ്ങളുടെ സൈസിനനുസരിച്ച്, ഇപ്പോൾ 70 സെൻറ്റിമീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ സ്റ്റാർ മതിയെന്നുണ്ടെങ്കിൽ 30 സെൻറ്റിമീറ്ററോ 20 സെൻറ്റിമീറ്ററോ അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് 50 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഈറ്റ നമ്മുടെ ഒരു ഏകദേശം അളവിൽ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഈറ്റ ഞാൻ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചത് നമ്മുടെ ആക്സോ ബ്ലേഡാണ്. നമ്മുടെ വാക്കത്തെയും കത്തിയൊക്കെ വെച്ച് നമ്മൾ ഈ ഒരു ഈറ്റ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആഞ്ഞ് വെട്ടുമ്പോൾ ആ ഒരു ഫോഴ്സ് കൊണ്ട് ചിലപ്പോൾ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ആക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് ഈ ഒരു ഈറ്റ നീളത്തിൽ ഒരു 10 കഷ്ണമാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കത് അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ കമ്പി തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കെട്ടാത്ത കോർണറുകളെല്ലാം നമുക്കൊന്ന് കെട്ടിയെടുക്കണം.
നേരത്തെ എടുത്ത് ഈറ്റയുടെ കഷ്ണത്തിൽ നിന്ന് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ അളവിലെല്ലാം കട്ട് ചെയ്തെടുത്തേക്കണേ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റാറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കാനാണ്. ഇതിപ്പോൾ ഞാൻ ഒരു ബൾബ് കടക്കാവുന്ന ഭാഗത്തിനാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വലിയ സ്റ്റാറൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6, 7 അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റർ അളവിൽ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഇത് ആ സ്റ്റാറിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാൽ മതി. ഇപ്പോൾ സ്റ്റാറിൻ്റെ ഉള്ളുവശം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണത് ചൈനീസ് പേപ്പറാണ്. ഇനി നമുക്ക് ഈ ഒരു ചൈനീസ് പേപ്പർ സ്റ്റാറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്റ്റാറിനേക്കാളും ഒരു ഇത്തിരി പുറത്തേക്ക് നമ്മുടെ പേപ്പർ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മുടെ സ്റ്റാറിൻ്റെ സൈഡ് ഭാഗമൊക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വന്ന ഈ ഒരു ഷീറ്റ് കൊണ്ട് വേണം നമുക്കിത് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ സ്റ്റാറിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോൾ ഒരു 4 സെൻറ്റിമീറ്ററോളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ 4 അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ അടിഭാഗം നമ്മൾ എങ്ങനെ കവർ ചെയ്തോ അതുപോലെ തന്നെ വേണം നമ്മുടെ സ്റ്റാറിൻ്റെ മുകൾ ഭാഗവും കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റാറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് ഞാൻ ഒരുപോലെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ 2 പ്രാവശ്യം കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചൈനീസ് പേപ്പർ വെച്ചിട്ട് 2 പ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രം കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കോർണറും ഞാൻ നമ്മുടെ ചൈനീസ് പേപ്പർ വെച്ച് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. മോൾ ഭാഗത്ത് ഞാനൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ LED ബൾബ് കൊടുക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പാണ്. പിന്നെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗി വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ഇത്തിരി ബ്ലാക്ക് കളർ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലുക്ക് കിട്ടും. അതുപോലെ സെൻറ്ററിൽ നമുക്ക് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി കിട്ടും. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് സ്റ്റാർ ഉണ്ടാക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. ഇത്ര എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയിട്ട് നമ്മൾ ഒരു ക്രിസ്മസ് സ്റ്റാർ വാങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം പൈസ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ തന്നെ ഇതുപോലത്തെ ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചൈനീസ് പേപ്പറിന് തന്നെ അധികം പൈസ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഒരു 2 രൂപ 3 രൂപത്തോളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ചൈനീസ് പേപ്പർ കടകളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഞാൻ റെഡ് കളർ എടുത്തുന്നുള്ളൂ. ഇതുപോലെ തന്നെ വൈറ്റ്, യെല്ലോ, ഗ്രീൻ അതുപോലെ പല കളറിലും കിട്ടും. എനിക്കൊന്നും വൈറ്റ് കളറാണെന്ന് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ. കാരണം ഞങ്ങൾ ഇവിടെ വലിയ സ്റ്റാർ കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൈറ്റ് കളർ വെച്ച് യൂസ് ചെയ്തായിരുന്നു. അപ്പോൾ റെഡിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ വൈറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു സ്റ്റാർ വീട്ടിൽ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വലിയ സ്റ്റാറൊക്കെ ഇതുപോലത്തെ പേപ്പറിന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഇയറിന് ഇപ്പോൾ സ്റ്റാർ കത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗുണ്ട് സാധനങ്ങൾ വെച്ച് നമുക്ക് കത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.